നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മനസ്സിന് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുതുല്യരായ വ്യക്തികളുടെ ഉപദേശങ്ങൾ വഴിത്തിരിവാകും. ദൂരയാത്രകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുകയും ചെയ്യും. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകരം ആദ്യ പകുതി ഭാഗം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണവും മുൻകരുതലുകളും ആവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിലും വാഹന ഉപയോഗത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കി കാര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുന്നത് വിജയം തരും. മിഥുനം രാശി, മകരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും പരസ്പര ധാരണയും വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങളും പരിചയങ്ങളും ഭാവിയിലേക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. ബന്ധങ്ങളിലെ ഊഷ്മളത മനസ്സിന് വലിയ സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യും. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ രംഗത്ത് തടസ്സങ്ങളെല്ലാം സമർത്ഥമായി മറികടന്ന് മുന്നേറാൻ സാധിക്കും. എതിരാളികളുടെ നീക്കങ്ങളെ വിവേകത്തോടെ പരാജയപ്പെടുത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ വലിയൊരു കുറവ് അനുഭവപ്പെടും. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള അവസരങ്ങൾ മുന്നിൽ തെളിയും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിലും അനുകൂലമായ പുരോഗതി ഉണ്ടാകും. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഗാർഹികമായ കാര്യങ്ങൾക്കും കുടുംബപരമായ ആവശ്യങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. അടുത്തിടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ ക്ഷമയും സംയമനവും പാലിക്കുന്നത് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സഹായിക്കും. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സഹോദരങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ലഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഏറ്റവും അനുകൂലമായ ദിനമാണിത്. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ സന്തോഷകരവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിർത്തും. സംസാരത്തിലെ സൗമ്യതയും പക്വതയും വഴി തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അവസരമുണ്ടാകും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വ്യക്തിത്വത്തിന് സമൂഹത്തിലും തൊഴിലിടങ്ങളിലും വലിയ മതിപ്പും സ്വീകാര്യതയും ലഭിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും കൈക്കൊള്ളാൻ സാധിക്കും. പുതിയ വസ്ത്ര ആഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സ്വന്തമാക്കാൻ അവസരമൊരുങ്ങും. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പരിചയസമ്പന്നമായ മുതിർന്നവരുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അമിതമായ ആഡംബര പ്രിയം നിയന്ത്രിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് സുരക്ഷിതത്വം നൽകും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ദീർഘകാലമായ സുഹൃത്തുക്കൾ വഴി വലിയ ഉപകാരങ്ങളും സഹായങ്ങളും ലഭിക്കും. പുതിയ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്തത് അനുയോജ്യമായ സമയമാണിത്. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിപുലീകരിക്കുന്നതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. പൊതുരംഗത്ത് പദവിയും പ്രശസ്തിയും 10 മടങ്ങ് വർദ്ധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.